പ്രധാനമന്ത്രി പ്രസംഗിച്ച തേക്കിൻകാട് മൈതാനിയിൽ ചാണകവെള്ളം തളിച്ച് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബി.ജെ.പിയും തമ്മിൽ ഇന്ന് സംഘർഷമുണ്ടായി. സുരക്ഷയ്ക്കായി ക്ഷേത്രത്തിലെ ആൽമരത്തിന്റെ ശിഖരം വെട്ടിയതിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, തിരികെ വരാം. ബി.ജെ.പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം വഷളായതോടെ പോലീസ് ഇടപെട്ടു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബി.ജെ.പി പ്രവർത്തകർ മർദ്ദിക്കുന്നത് പോലീസ് നോക്കി നിന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. തൃശൂരിലെ പ്രതിഷേധത്തിന്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സൂരജ് സജി അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകും. ഇന്ന് വളരെ ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ ഈ CPIM BJP രഹസ്യ ബാന്ധവം എന്ന UDF ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ തുടർച്ചയായി വരുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകുക നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന്. എന്താണ് ഈ പുതിയ പ്രതികരണത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത്? എന്താണ് ഈ പ്രതികരണത്തിലൂടെ എന്ത് സന്ദേശമാണ് UDFും ഇടതുമുന്നണിയും കേരളത്തിലെ വോട്ടർമാർക്ക് നൽകുന്നത്? അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കാൻ തനേഷ് തമ്മിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം പോകേണ്ടത് തൃശ്ശൂരിലെ പ്രതിഷേധം സംബന്ധിച്ച വിവരങ്ങളിലേക്കാണ്. സൂരജ്, പ്രധാനമന്ത്രി വന്നു പോയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്. അവരെ തടയാൻ ശ്രമിച്ചപ്പോഴാണല്ലോ BJPയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്? പോലീസ് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്ന ഒരു ആക്ഷേപം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? ഗോപികൃഷ്ണൻ, സമാധാനപരമായ ഒരു സമരം അതായിരുന്നു KSU യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരുന്നത്. ഇത് പ്രകാരമാണ് ഈ പ്രധാനമന്ത്രിയുടെ വേദിയിലേക്ക് ഇവർ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. അവർ പറഞ്ഞത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തേക്കിൻകാട് മൈതാനിയിലെ ആൽമരത്തിന്റെ ശിഖരം മുറിച്ചു മാറ്റിയിരുന്നത് പലയിടങ്ങളിലായി മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. SPG കൊടുത്ത കത്തിനെ അടിസ്ഥാനപ്പെടുത്തി കൊച്ചിൻ ദേവസ്വം ബോർഡായിരുന്നു ഇത് മുറിച്ചു മാറ്റിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് അത് വ്യക്തമാക്കുകയും ചെയ്തു. സുരക്ഷാ കാരണങ്ങളാൽ ഈ ശിഖരം മുറിച്ചു മാറ്റണമെന്ന് SPG ആവശ്യപ്പെട്ടു എന്നുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡും വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ശിഖരം മുറിച്ചു മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ വേദിയിലേക്ക് ചാണകവെള്ളം തളിക്കുന്ന പ്രതിഷേധവുമായി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ സമയത്താണ് BJPയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകർ അവിടെ ഈ സ്റ്റേജ് അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കിടയിലേക്കാണ് ഇവർ ഈ സമരവുമായി എത്തുന്നത്. അവർ സ്വാഭാവികമായി ഈ പ്രവർത്തകരെ KSU പ്രവർത്തകരെ തടയുന്നു. ആ സമയം കുറച്ച് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകുമെന്നും പോലീസും കരുതിയില്ല. അതേ തുടർന്ന് വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ യുവമോർച്ച BJP പ്രവർത്തകർ KSU പ്രവർത്തകരെ കായികമായി നേരിട്ടു. ഇതോടുകൂടി പോലീസ് ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിക്കുന്നു. കൂടുതൽ പോലീസുകാരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു. ആ സമയത്താണ് BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നതും ഈ സ്റ്റേജ് പൊളിച്ചു മാറ്റിയതിനെ തുടർന്നുണ്ടായിരുന്ന ഇരുമ്പ് വടികളും അതുപോലെ തന്നെ പട്ടിക കഷ്ണങ്ങളും കല്ലുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ KSUക്കാരെ നേരിടുന്നത്. ആ സമയം KSUക്കാരുടെ കയ്യിൽ കൊടി കെട്ടിയ പ്ലാസ്റ്റിക് പൈപ്പ് അല്ലാതെ മറ്റൊന്നും തന്നെ പ്രതിരോധിക്കാനുണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ അവർക്ക് ഈ മർദ്ദനങ്ങളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ പോലീസ് ഈ സംഭവങ്ങളെ തുടർന്ന് വീണ്ടും ഇടപെടുന്നു. രണ്ട് വിഭാഗത്തെയും മാറ്റി നിർത്തുന്നു. ഇരു വിഭാഗത്തോടും ഇവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആരും വഴങ്ങുന്നില്ല. തുടർന്ന് ഈ KSU പ്രവർത്തകരെ മാത്രം കസ്റ്റഡിയിലെടുത്തു നീക്കുന്ന സമീപനത്തിലേക്ക് പോയി. ആ സമയത്ത് BJP നേതാക്കളുടെ ഡ്രൈവർമാർ അടക്കമുള്ളവർ ഈ പട്ടിക കഷ്ണങ്ങളുമായി അവിടെ നിന്ന് പ്രകോപനപരമായ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ ഒന്നും പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായില്ല. ഇതാണ് വലിയ വിമർശനം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്ന തരത്തിലേക്ക് പോയത്. ഏകപക്ഷീയമായ ഒരു നടപടി അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഇത്തരമൊരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കാണുന്നതിലും പോലീസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം. ഗോപികൃഷ്ണൻ, ശരി, പോലീസ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം സൂരജ് സജി വിശദീകരിക്കുകയായിരുന്നു.